ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വിനയാന്വിതനും സമ്പന്നനുമായ ഭരണാധികാരി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പുത്രിമാരെ വിവാഹം കഴിച്ച ദുന്നൂറൈൻ തൻ്റെ സമ്പത്തും ജീവിതവും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ച ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആനക്കലഹ വർഷത്തിന് 6 വർഷത്തിന് ശേഷം മക്കയിലെ ഖുറൈശി ഗോത്രത്തിലെ പ്രശസ്തമായ ബനു ഉമയ്യ കുടുംബത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. പിതാവ് അഫ്ഫാൻ ബിൻ അബിൽ ആസ്. ചെറുപ്പം മുതലേ സൽസ്വഭാവിയും മര്യാദക്കാരനുമായിരുന്ന അദ്ദേഹം മക്കയിലെ വലിയൊരു വ്യാപാരിയായി വളർന്നു. ഖുറൈശികൾക്കിടയിൽ അദ്ദേഹം അങ്ങേയറ്റം ബഹുമാനിക്കപ്പെട്ടിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. സത്യസാക്ഷ്യം ചൊല്ലിയ ആദ്യത്തെ 8 പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന് കഠിനമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. എങ്കിലും തൻ്റെ വിശ്വാസത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. മക്കയിലെ പീഡനം സഹിക്കാൻ വയ്യാതെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹം ആദ്യം അബസീനയിലേക്കും പിന്നീട് മദീനയിലേക്കും ഹിജ്റ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ റുഖയ്യ റളിയല്ലാഹു അൻഹയെ അദ്ദേഹം വിവാഹം കഴിച്ചു. റുഖയ്യ റളിയല്ലാഹു അൻഹ വഫാത്തായ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 2ാമത്തെ മകൾ ഉമ്മു കുൽസു റളിയല്ലാഹു അൻഹയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ദുന്നൂറൈൻ, 2 പ്രകാശങ്ങളുടെ ഉടമ എന്ന പേര് ലഭിച്ചത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിങ്ങൾ ഹിജ്റ വന്ന കാലം മദീനയിലെ കുടിവെള്ള സ്രോതസ്സുകൾ കുറവായിരുന്നു. അവിടെയുള്ള റൂമ എന്ന കിണറിലെ വെള്ളം മാത്രമാണ് കുടിക്കാൻ യോഗ്യമെന്നുണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ ഉടമസ്ഥനായ ജൂതൻ വെള്ളത്തിന് വലിയ വില ഈടാക്കിയിരുന്നു. പാവപ്പെട്ട മുഹാജിറുകൾക്ക് ഇത് താങ്ങാനാവില്ലായിരുന്നു. ഇതറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരാണോ റൂമ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്കായി നൽകുന്നത് അവർക്ക് സ്വർഗത്തിൽ ഇതിനേക്കാൾ നല്ലത് ലഭിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ആ ജൂതനെ സമീപിച്ച് വലിയൊരു തുക നൽകി ആ കിണർ വാങ്ങി. തുടർന്ന് അത് മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ വിട്ടുകൊടുത്തു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പൊതുവഖഫായി ഇത് കണക്കാക്കപ്പെടുന്നു. ഹിജ്റ 9ാം വർഷം റോമൻ സൈന്യത്തെ നേരിടാൻ തബൂക്കിലേക്ക് പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. കഠിനമായ ചൂടും ദാരിദ്ര്യവുമുള്ള സമയമായിരുന്നു അത്. സൈന്യത്തിന് ആവശ്യമായ വാഹനങ്ങളോ ആയുധങ്ങളോ ഭക്ഷണമോ ഉണ്ടായിരുന്നില്ല. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സൈന്യത്തെ സഹായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം മുന്നോട്ട് വന്ന് 1000 ഒട്ടകങ്ങളെയും 70 കുതിരകളെയും 1000 സ്വർണ്ണ ദീനാറുകളും നൽകി. തൻ്റെ മടിയിൽ ആ സ്വർണ്ണ നാണയങ്ങൾ മറിച്ചു നോക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടെ പറഞ്ഞു, ഇന്നത്തെ ഈ പ്രവൃത്തിക്കു ശേഷം ഉസ്മാൻ എന്തു ചെയ്താലും അത് അദ്ദേഹത്തെ ദോഷകരമായി ബാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഈ വലിയ മനസ്സ് സൈന്യത്തിൻ്റെ ആത്മവീര്യം കൂട്ടി. മദീനയിലേക്ക് വിശ്വാസികളുടെ ഒഴുക്ക് വർദ്ധിച്ചപ്പോൾ മസ്ജിദുൻ നബവിയിൽ സ്ഥലം തികയാതെ വന്നു. പള്ളി വികസിപ്പിക്കേണ്ടത് അനിവാര്യമായിരുന്നു. പള്ളിയുടെ അടുത്തുള്ള സ്ഥലങ്ങൾ വാങ്ങി അത് വികസിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ സ്വന്തം പണം ഉപയോഗിച്ച് ആ ഭൂമി വാങ്ങുകയും പള്ളിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഇന്നും മദീനയിൽ നാം കാണുന്ന ആ വിശാലമായ പള്ളിയുടെ ആദ്യകാല വികസനത്തിന് പിന്നിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയർപ്പും സമ്പത്തുമുണ്ട്. ഒരിക്കൽ മദീനയിൽ കടുത്ത ക്ഷാമമുണ്ടായി. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ധാന്യങ്ങൾ നിറച്ച 100 കണക്കിന് ഒട്ടകങ്ങൾ മദീനയിലെത്തി. വലിയ ലാഭം നൽകാമെന്ന് പറഞ്ഞ് മദീനയിലെ കച്ചവടക്കാർ അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം അവരോട് ചോദിച്ചു, എനിക്ക് 10 ഇരട്ടി ലാഭം നൽകാൻ ആരുണ്ട്? കച്ചവടക്കാർ അത്ഭുതപ്പെട്ടു. അദ്ദേഹം തുടർന്നു, അള്ളാഹു എനിക്ക് 10 ഇരട്ടി പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ധാന്യങ്ങളെല്ലാം ഞാൻ മദീനയിലെ പാവങ്ങൾക്കായി ദാനം ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗത്തിന് ശേഷം ഇസ്ലാമിക ഉമ്മത്തിൻ്റെ 3ാമത്തെ ഖലീഫയായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു അധികാരമേറ്റു. അദ്ദേഹത്തിൻ്റെ 12 വർഷം നീണ്ടുനിന്ന ഭരണകാലം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസനങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും കാലമായിരുന്നു.
ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഇസ്ലാമിക ഭരണം അതിന്റെ ഏറ്റവും വലിയ വിസ്തൃതിയിലേക്ക് എത്തിയത്. കിഴക്ക് അഫ്ഗാനിസ്ഥാൻ, തുർക്കിസ്ഥാൻ, ഖുറാസാൻ വരെയും പടിഞ്ഞാറ് വടക്കൻ ആഫ്രിക്കയിലെ ലിബിയ, അൾജീരിയ, മൊറോക്കോ വരെയും ഭരണം വ്യാപിച്ചു. സ്പെയിനിന്റെ ചില ഭാഗങ്ങളിലും അർമേനിയയിലും അദ്ദേഹത്തിന്റെ കാലത്ത് ഇസ്ലാമിക പതാക പാറിക്കപ്പെട്ടു. മുസ്ലിം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിരുന്നു നാവികസേനയുടെ രൂപീകരണം. റോമൻ സാമ്രാജ്യത്തിന്റെ കടൽ വഴിയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുമതിയോടെ മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ശക്തമായ കപ്പൽ നിർമ്മിച്ചു. ഇത് മുസ്ലിങ്ങൾക്ക് മെഡിറ്ററേനിയൻ കടലിൽ വലിയ സ്വാധീനം നൽകി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ സേവനമായി ലോകം വാഴ്ത്തുന്നത് ഖുർആന്റെ ഏകീകരണമാണ്. സാമ്രാജ്യം വികസിച്ചപ്പോൾ വിവിധ നാട്ടുകാർ വ്യത്യസ്ത ശൈലിയിൽ ഖുർആൻ ഓതുന്നത് ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം ഭാവിയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രവാചകന്റെ കാലത്തെ ഖുറൈശി ശൈലിയിൽ ഖുർആൻ പകർപ്പുകൾ തയ്യാറാക്കി. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഈ പകർപ്പുകൾ അദ്ദേഹം പ്രധാന നഗരങ്ങളിലേക്ക് അയച്ചു കൊടുത്തു. ഇതിനാലാണ് അദ്ദേഹത്തെ ജാമിഉൽ ഖുർആൻ എന്ന് വിളിക്കുന്നത്. ഭരണത്തിന്റെ അവസാന 4 വർഷങ്ങളിൽ ചില ഗൂഢാലോചനകൾ നടന്നു. അദ്ദേഹത്തിന്റെ കാരുണ്യത്തെയും വിനയത്തെയും ചിലർ ദുരുപയോഗം ചെയ്തു. മദീനക്ക് പുറത്തു നിന്നെത്തിയ കലാപകാരികൾ അദ്ദേഹത്തിന്റെ വീട് ഉപരോധിച്ചു. മുസ്ലിങ്ങൾ തമ്മിൽ ഒരു തുള്ളി രക്തം പോലും ചിന്താൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. തന്നെ സഹായിക്കാൻ വന്ന മദീനക്കാരെ പോലും അദ്ദേഹം തടഞ്ഞു. 40 ദിവസത്തോളം കലാപകാരികൾ അദ്ദേഹത്തിന്റെ വീട് ഉപരോധിച്ചു. ആ ദിവസങ്ങളിൽ അദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കുകയായിരുന്നു. ഹിജ്റ വർഷം 35 ദുൽഹിജ്ജ മാസം ഒരു വെള്ളിയാഴ്ച അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ അക്രമികൾ വീട്ടിൽ അതിക്രമിച്ചു കയറി അദ്ദേഹത്തെ വധിച്ചു. രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രക്തം വീണത് ഖുർആനിലെ "അവർക്കെതിരെ നിനക്ക് അല്ലാഹു മതി" എന്ന വചനത്തിലായിരുന്നു. തന്റെ അമിതമായ ലജ്ജ കാരണം മലക്കുകൾ പോലും ആദരിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റേത്. ആ മഹാൻ ഇന്നും മുസ്ലിം ഉമ്മത്തിന് ഒരു മാതൃകയാണ്. സമ്പത്തും അധികാരവും ഉണ്ടായിരുന്നിട്ടും വിനയത്തിലും ലാളിത്യത്തിലും ജീവിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ വിജയം പരലോകത്താണെന്നാണ്. ദുനിയാവിനേക്കാൾ ദീനിന് മുൻഗണന നൽകാൻ ആ ജീവിതം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേർ എന്ന നമ്മുടെ സീരീസിലെ അടുത്ത ഭാഗം 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.